നമസ്കാരം. പ്രതിരോധത്തിൽ ഇന്ത്യയോടും റഷ്യയോടും മുട്ടിനിൽക്കാൻ ആരുമില്ല. അത് നാൾക്കുനാൾ തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളുടെ പുതിയ റാങ്കിംഗ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആണവശേഷിക്ക് പ്രാധാന്യം നൽകുന്ന ഈ റിപ്പോർട്ടിൽ ഏഷ്യൻ ശക്തികളായ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക ഒന്നാം സ്ഥാനത്തുണ്ടെങ്കിലും റഷ്യയുടെ കരുത്തും ഇന്ത്യയുടെ മനുഷ്യ ശക്തിയും ശ്രദ്ധേയമായ നേട്ടങ്ങളാണ്. പരമ്പരാഗത പ്രതിരോധ ശക്തി, സാമ്പത്തിക സ്ഥിതി, വിഭവ ലഭ്യത എന്നിവ ഉൾപ്പെടെ 60-ലധികം ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഗ്ലോബൽ ഫയർ പവറിന്റെ 2025 റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 145 രാജ്യങ്ങളിലെ സായുധ സേനകളെ താരതമ്യം ചെയ്യുന്നുണ്ട് ഇതിൽ. ഇന്ത്യ സൈനിക ശക്തിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ 4-ാം സ്ഥാനത്താണ്. ഇന്ത്യ ചൈനയേക്കാൾ ഒരു പടി മാത്രം പിന്നിലാണ്. സാമ്പത്തികമായും സൈനിക ശേഷിയിലും ഇന്ത്യ നടത്തുന്ന മുന്നേറ്റം ഏഷ്യൻ വൻകരയുടെ ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മനുഷ്യശക്തിയുടെ കാര്യമാണ്. സൈനിക പ്രായത്തിലെത്തുന്ന ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് തന്നെയാണ്. മൊത്തം ജനസംഖ്യ, ലഭ്യമായ മനുഷ്യശക്തി, തൊഴിൽ ശക്തി, സജീവവും അർദ്ധസൈനിക വിഭാഗത്തിൽപ്പെട്ടതുമായ ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്നിവയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 2-ാം സ്ഥാനത്താണ്. ഈ വിശാലമായ മനുഷ്യ വിഭവശേഷി ദീർഘകാല പ്രതിരോധ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയെ സജ്ജമാക്കുന്നുണ്ട്. ഗ്ലോബൽ ഫയർ പവർ സൂചികയിൽ റഷ്യ 2-ാം സ്ഥാനത്താണ്. അമേരിക്കൻ സൈന്യം 1-ാമതാണ് എങ്കിലും റഷ്യയുടെ പ്രതിരോധ ശേഷി ലോകത്ത് ഒരു നിർണായക ശക്തിയായി തുടരുകയാണ്. റഷ്യയുടെ പക്കലുള്ള വിപുലമായ ആണവായുധ ശേഖരം രാജ്യത്തിന് തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നുണ്ട്. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ടാങ്കറുകൾ എന്നിവയുടെ കാര്യത്തിൽ റഷ്യക്ക് ലോകത്ത് 2-ാം സ്ഥാനമാണുള്ളത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യൻ സൈന്യം അതിന്റെ ആധുനികവൽക്കരണവും പ്രതിരോധ ശേഷിയും നിലനിർത്തുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ചൈന ആഗോള റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നുണ്ട്. ചൈനയുടെ സൈനിക വളർച്ച ഇന്ത്യക്ക് തൊട്ടു മുന്നിലെ സ്ഥാനം നേടാൻ സഹായിക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയ 5-ാം സ്ഥാനത്തും ജപ്പാൻ 8-ാം സ്ഥാനത്തും എത്തി. ഏഷ്യൻ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ഉയർച്ചയാണ് ഈ റാങ്കിങ്ങുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്ക 1-ാം സ്ഥാനത്താണ് എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബഡ്ജറ്റ് അവർക്കുണ്ട്. എന്നിരുന്നാലും വലിയ പ്രതിരോധ ബഡ്ജറ്റ് ഉണ്ടായിരുന്നിട്ടും ശക്തി സൂചികയിൽ സ്കോർ റഷ്യയോട് വളരെ അടുത്താണ്. ഇത് അമേരിക്കയുടെ സൈനിക ചെലവുകളുടെ കാര്യക്ഷമതയെക്കുറിച്ചും തന്ത്രപരമായ മുൻഗണനകളെക്കുറിച്ചും ചോദ്യം ഉയർത്തുന്നുണ്ട്. ലോകശക്തിയുടെ കേന്ദ്രം പടിഞ്ഞാറിൽ നിന്നും കിഴക്കൻ രാജ്യങ്ങളിലേക്ക് മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. റഷ്യയുടെ ആണവശേഷിയും ഇന്ത്യയുടെ അജേയമായ മനുഷ്യശക്തിയും ആഗോള പ്രതിരോധ രംഗത്തെ നിർണായക ഘടകങ്ങളാക്കി നിലനിൽക്കുമ്പോൾ പാശ്ചാത്യ ശക്തികളെ വലിയ സാമ്പത്തിക ചെലവുകൾ ഉണ്ടായിരുന്നിട്ടും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ 4-ാം സ്ഥാനവും മനുഷ്യശക്തിയിലെ 1-ാം സ്ഥാനവും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിലും സ്വാധീനത്തിനുമുള്ള വർധനവ് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച